42 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് കെ.എസ്.ഇ.ബി. വിച്ഛേദിച്ച എറണാകുളം കളക്ടറേറ്റിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ജില്ലാ കളക്ടർ കെ.എസ്.ഇ.ബി. ചെയർമാനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഫ്യൂസ് തിരികെ ഘടിപ്പിച്ചു. അധികൃതരുടെ അനാസ്ഥ മൂലം 1.5 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സോളാർ പാനലുകൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. 5 മാസം കൊണ്ട് 42 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ കെ.എസ്.ഇ.ബി. ഫ്യൂസ് ഊരിക്കൊണ്ടുപോയ എറണാകുളം കളക്ടറേറ്റിന് മുകളിലാണ് നമ്മളുള്ളത്. ഇതേ കളക്ടറേറ്റിൽ നിന്നാണ് മറ്റൊരു കെടുകാര്യസ്ഥതയുടെ വാർത്ത കൂടി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കളക്ടറേറ്റിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2016-ൽ 1.5 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സോളാർ പാനലാണ് ഈ കാണുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം 5 പൈസയുടെ ഉപയോഗമില്ലാത്ത നിലയിലേക്ക് ഈ പാനലുകൾ നശിച്ചു കഴിഞ്ഞു. ഈ സോളാർ സിസ്റ്റം എങ്കിലും കൃത്യമായി പരിപാലിച്ചിരുന്നുവെങ്കിൽ കുടിശ്ശിക അടയ്ക്കാത്തതിന്റെ പേരിൽ ഇന്നുണ്ടായ നാണക്കേടിൽ നിന്നെങ്കിലും കളക്ടറേറ്റിന് തടിയൂരാമായിരുന്നു. 60 കിലോവാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. 40 കിലോവാട്ട്സ് കളക്ടറേറ്റിൽ ഉപയോഗിച്ച ശേഷം 20 കിലോവാട്ട്സ് കെ.എസ്.ഇ.ബിക്ക് നൽകും. ഇതായിരുന്നു 2016-ൽ എറണാകുളം കളക്ടറേറ്റിൽ സോളാർ പാനൽ സ്ഥാപിക്കുമ്പോൾ നടത്തിയ പ്രഖ്യാപനം. പരീക്ഷണാർത്ഥം ആദ്യത്തെ കുറച്ചുമാസം കൃത്യമായി പരിപാലിച്ചു. പിന്നീട് ആരും ശ്രദ്ധിക്കാതായതോടെ പാനലുകളും ബാറ്ററിയും നശിച്ചു. അനർട്ടുമായി ചർച്ച ചെയ്ത് സോളാർ പാനലിന്റെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും കെ.എസ്.ഇ.ബിയുടെ കുടിശ്ശിക മാർച്ച് 31-നകം കൊടുത്തു തീർക്കുമെന്നും ജില്ലാ കളക്ടർ NSK ഉമേഷ്. കെ.എസ്.ഇ.ബി. ചെയർമാൻ രാജൻ കോബ്രഗഡി സാറോട് ഉച്ചയ്ക്ക് സംസാരിച്ചിരുന്നു. ഒരു അണ്ടർടേക്കിംഗ് ഈ ജില്ലാ ഓഫീസേഴ്സ് എല്ലാവരും അവരുടെ ഡയറക്ടറേറ്റ്സ് എല്ലാം ബന്ധപ്പെട്ട് പെൻഡിങ് ഡ്യൂസ് ഉടനെ തന്നെ ക്ലിയർ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തണം. അതിനൊരു അണ്ടർടേക്കിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 9 മണിക്ക് റെസ്യൂം ചെയ്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻസ്. മാർച്ച് 31 പറഞ്ഞിട്ടുള്ളത്. 42 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിന്റെ പേരിലാണ് ഇന്നലെ കെ.എസ്.ഇ.ബി. എറണാകുളം കളക്ടറേറ്റിലെ ഫ്യൂസുകൾ ഊരിയത്. അതോടെ കളക്ടറേറ്റിലെ ഓഫീസുകളുടെ പ്രവർത്തനം താറുമാറായി. കുടിശ്ശിക അടച്ചതോടെ 2 ഓഫീസുകളിലെ ഫ്യൂസ് ഇന്നലെ തന്നെ കെ.എസ്.ഇ.ബി. തിരിച്ചു ഘടിപ്പിച്ചിരുന്നു. മാർച്ച് 31-നകം കുടിശ്ശിക കൊടുത്തു തീർക്കാമെന്ന ഉറപ്പിലാണ് ഊരിക്കൊണ്ടുപോയ എല്ലാ ഫ്യൂസുകളും കെ.എസ്.ഇ.ബി. തിരിച്ചെത്തിച്ചത്. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.